ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോറി ഫോർ ദ ഡിലേ, കുറച്ച് താമസിച്ചു പോയി. അതെങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റണ്ടേ? കണ്ണു മുഴുക്ക വിക്കോസിനകത്തല്ലേ. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ അതും നോക്കി വായി നോക്കി ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥിര പരിപാടി. എനിവേ, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ശ്രീതു എന്ന് പറയുന്ന പെൺകുട്ടി യാതൊരു രീതിയിലുമുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത കുട്ടിയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ട്നെസ് ഓവർലോഡഡ്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ കേട്ടോ. ഈ പെങ്കൊച്ച് വായി തുറന്നില്ല വെച്ചാൽ മുതലാക്കൽ നാടകം അവിടെ നടക്കും. അത് വേറൊരു കാര്യമുണ്ടേ. വേറൊരു കാര്യമുണ്ട്. നമ്മളിതൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബിഗ് ബോസ് ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ ലെവലിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇത് ശ്രീതുവിനെ നമ്മളുടെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ ഒരു വിഷയം ഒന്ന് ഹൗസിലുള്ളവരെ ഒന്ന് ഇൻഫോം കൊടുക്കണം എന്ന് പറയേണ്ട ഒരു അനിവാര്യ ഘട്ടം ഇപ്പോഴുണ്ട്. പ്രസന്റിലി ഉണ്ട് 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 കാരണം ലെസ്ബിയനായ ഇവള് കിടന്ന് അങ്ങ് കിളക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അർജുന ശ്രീതുമായിട്ട് പ്രണയമാവുകയാണെങ്കിലും പുള്ളിക്കാർത്തി അവിടെയുണ്ട്. ഇനി ഇവർ തമ്മിലാണെങ്കിലും പുള്ളിക്കാർത്തി അവിടെയുണ്ട്. എവിടെ നോക്കിയാലും ഒരു കെട്ടിപ്പിടുത്തത്തിന് പെൺകുട്ടികളെ ചാൻസ് കിട്ടുമോ അവൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എവിടെ അത് തന്നെ. ഇതേ സെയിം വേവ് ലെങ്ത്തിൽ വേറൊരു സാധനം അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഹായ് സൺ ഓഫ് നാനു. അതാരാണെന്നറിയാമോ? ചമ്മണി. ഒരു വഴക്ക് നടക്കുമ്പം വഴക്ക് നിർത്തൂ, പ്ലീസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറയുന്നതിന് പകരം ഒരു കെട്ടിപ്പിടുത്തമാണ്. ജിൻജോ ചേട്ടനെയാണ് കിട്ടണമെങ്കിൽ ജിൻജോ ചേട്ടാ എന്ന് പറഞ്ഞാൽ നേരെ പോയി കെട്ടിപ്പിടുത്തമാണ്. ആകെ മൊത്തത്തിൽ കെട്ടിപ്പിടുത്ത മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരും എടുത്തു വെച്ച് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് പേരുടെയൊക്കെ ഞാൻ വീഡിയോസ് റിവ്യൂസ് കണ്ടതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ജോസ് വിട്ടുപിടിച്ചോ? എന്ത് സാധന ഭസ്മില്ലേ? എന്തോ ഇതൊക്കെ എന്തുവാ? ഇന്നലെ ഒരു സാധനം കണ്ടായിരുന്നോ? എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യം, ജാസ്മിനും പിന്നെ റസ്മിനും കെട്ടിപ്പിടുത്തം, കടിക്കൽ, ഒരു വേറെ ലെവൽ കൂട്ട് ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കുകയാണ്. പെൺകുട്ടികളാണെങ്കിൽ അവൾ കടിക്കുമെന്ന്. ഞങ്ങളും അതേ പറയുന്നുള്ളൂ. ടാട്ടലി കടിയാണ് പ്രശ്നം. കടി ആണ് ഒരു പ്രശ്നം. നിങ്ങൾ പരസ്പരം കടിക്കുന്നതും നിങ്ങളുടെ കടി കൊണ്ടുള്ള ബാക്കിയുള്ള കടി മൊത്തത്തിൽ കടി ഊരൽ, അതാണ് പ്രശ്നം. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്നലെ പക്ഷെ പ്രശ്നം കടി മാത്രമല്ല, വളിയും ഒരു പ്രശ്നമാണ്. വളി ഒരു പ്രശ്നമാകുന്ന ബിക്കോസ് കഴിഞ്ഞതിനകത്തും ഉണ്ടായിരുന്നൊരു വളി. നമ്മൾ വിടുന്നതും പിടിച്ചാൽ കിട്ടാത്തതുമായ ഒരു സാധനം ഏതെന്ന് വെച്ചപ്പോൾ ലവ എഴുന്നേറ്റുന്നുണ്ട്. വളി ലാലേട്ട വളി ഒരു വിഷയമല്ലല്ലോ. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വളി. ഇതിനെന്താ പ്രശ്നം? നമുക്കെല്ലാവർക്കും അങ്ങനെ ഏറ് പോകത്തില്ലേ? ഞാനൊക്കെ വിടാറുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. നിനക്ക് വിഷമമുണ്ടോ? താനും അങ്ങനെയല്ലേ? എന്തോന്ന് ഞാൻ എങ്ങനെയാണെന്നാണ് സബീന സുബി പറയുന്നത്. സുബീന സുബി എന്ന മുറിയണ്ടിച്ചിക്ക് എന്താണ് പ്രശ്നം? എന്താണ് ഇടി മുറിച്ചിക്ക് നിനക്ക് പ്രശ്നം? ജാസ്മിന് കടി. സിസ്റ്റർ ഗുഡ് കീപ്. താങ്ക് യു സത്യം, താങ്ക് യു സോ മച്ച്. നിങ്ങളെങ്കിലും മനസ്സിലാക്കിയല്ലേ? മനസ്സിലാവാത്ത കുറേ മുറിച്ചികളുണ്ട്. ഇവളുമാർക്കൊക്കെ ഇതാണ് പരിപാടി എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാം നാമധാരികളായ അത്യാവശ്യം കടിമൂത്ത പെണ്ണുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇടികളെ നിനക്കുള്ള കടി തന്നെയാണ് ജാസ്മിനും ഉള്ളത്. അത് നമ്മൾ സമ്മതിച്ച്. നിങ്ങൾക്ക് ഇതാണ് പരിപാടി എന്ന് പബ്ലിക്കിന് എല്ലാവർക്കും പിടികിട്ടി. അത്രയേ ഉള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യ കൂടുതൽ കടിയുള്ള പെണ്ണുങ്ങളെ നമ്മൾ പൊതുജനത്തിന് മനസ്സിലാവും. അപ്പം ഇവർ മറ്റുള്ള സ്ത്രീകളെ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് പിടികിട്ടി? ഇവളുമാർക്ക് കടിമൂത്ത് നടക്കുകയാണ്. അതാണെന്ന് പറ്റുന്ന വ്യത്യാസമല്ല. എല്ലാത്തിനും പിടിച്ചവളുമാർ കടിക്കും. മനസ്സിലായി? കടിമൂത്ത കടിയും മറ്റേ കടിയും. പോട്ടെ, നമുക്ക് വളിക്കേസിലേക്ക് വരാം. ഈ നോറയ്ക്ക് ഒരു വ്യവസ്ഥയും നിലപാടും ഇല്ല കേട്ടോ. ഒരു ബോധവും പരബോധവും ഇല്ല. താൻ തനിച്ചാണെന്നും പിന്നെ തന്നെ എല്ലാവരും കരയിക്കണമെന്നും വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ടെന്നില്ല. ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത് നമ്മളെയൊക്കെ മുഖത്തടിക്കുന്ന കണക്കത്തുള്ള ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. ഇവളെ വിശ്വസിച്ചുകൂടാ കേട്ടോ. ഇരുതല മൂട്ടിയ അവളെപ്പോലെ ഉള്ളവരാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി ഫൗസി, അത്രയേ ഉള്ളൂ. അവളെപ്പോലുള്ളവർക്ക് മാത്രമാണ് അവളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുക. ഈ നോറയ്ക്ക് ഇട്ടൊരു അടി കൊടുക്കുന്നത് പോലെ ഒരു വളിക്കേസ് പറഞ്ഞില്ലേ, അത് ബോറായിപ്പോയി. അത് തീർച്ചയായിട്ടും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് സ്ത്രീവിരുദ്ധത തന്നെയാണ്. മാത്രമല്ല അയാൾ അതിന് സോറി പറഞ്ഞത് അങ്ങ് ഒഴിവാക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു അൻസിബ. അവിടെ അൻസിബയുടെ ക്വാളിറ്റി, അൻസിബ എന്ന ഒരു പേഴ്സൺ, അവളുടെ പേഴ്സണാലിറ്റി, ഗെയിം പ്ലാൻ കംപ്ലീറ്റ് അറിയാം. പക്ഷെ ആ കൊച്ചിന് ഇതുപോലെ കടന്ന് വരവാൻ അറിയത്തില്ല. ഈ ടോണില്ല.
അപ്പോൾ എന്തായാലും 3 തരം വ്യത്യസ്ത മേത്തച്ചികൾ അതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ 3 തരം മേത്തച്ചികൾ ഉണ്ട് എന്ന് കാണിക്കാൻ ബിഗ് ബോസ് കാണിച്ച അകുൽസിത ശ്രമം നമ്മൾ കാണാതെ പോകരുത്. സൈക്കോ ബിഗ് ബോസെ, നീ ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അറിയാം നിന്റെ സൈക്കോ തരം. ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി പവർ ഹൗസിലേക്ക് ജാസ്മിൻ വരണം. ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ, ഹലോ നമസ്കാരം, ഹായ് ജാക്സൺ നമസ്കാരം, ഇനി നിന്നെ കണ്ടറിയാം ലോക കടിയാണെന്ന്. പിന്നെ ഞാനിവിടെ കടിച്ചിട്ട് നടക്കാനും നിൽക്കാനും പാടില്ലാതെ രാവിലെ എഴുന്നേറ്റ് ഒരു കടി, ഉച്ചയ്ക്ക് ഒരു കടി, പിന്നൊരു കടി, അവനെ കടി ഇവനെ കടി, കടിച്ചോണ്ട് നടക്കുകയല്ലേ. കടിപ്പുരാണം മുഴുக்க അവിടെ റിക്കോസി നോക്കിയാൽ കാണാനില്ല. ഇവിടെ ആരായിരുന്നു കടി? ഈ കടിയാണ്. കടിക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ ഇതാണ് പരിപാടി. എവിടെയെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. കടി ഇളകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതര ആക്ഷനാണിത്. അപ്പോൾ ഓടി വന്ന് നമ്മുടെ ഗബ്രി വന്നിട്ട് ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ ആ കടി കുറച്ച് നേരത്തേക്ക് സമാശ്വാസം ഉണ്ടാകും. വീണ്ടും ഇത് തന്നെ പരിപാടി. ഇന്നൊരു ഷോർട്സ് കണ്ടോ? ബിഗ് ബോസിൽ കുമാരനാശാന്റെ സ്വപ്നവാസവതയുടെ ദൃശ്യാവിഷ്കാരമാണോ അരങ്ങേറിയത്? അതാണോ? അത് ഭയങ്കരമായി നൈരാശ്യത്തിൽ അങ്ങനെ മലന്ന് കിടന്ന് ആലോചിക്കുകയാണ്. ആ നൈരാശ്യത്തിൽ കിടന്നുകൊണ്ട് കുറേ ഡ്രാമ കാണിച്ചപ്പോൾ മുടിയം പോയി ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ തീർന്ന് അവളെ പ്രേമ നൈരാശ്യവും പ്രണയ നൈരാശ്യം അത് പ്രത്യേകിച്ച് ഷോർട്സ് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? നിനക്ക് എന്താ വിഷമം? ഇപ്പോൾ പുറത്തുള്ള ആൾക്ക് വിഷമം ഉണ്ടാവത്തില്ലേ? നീ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞില്ലേ? അയാൾക്ക് ഇത് വിഷമം ഉണ്ടാകുമെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? പറയാതെ പറഞ്ഞു. കാരണം പുറത്തുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം അവിടെയുണ്ട്. പറയാതെ ഒരു പറച്ചിൽ അതിനകത്ത് പറയുന്നുണ്ട്. അതോടുകൂടി പ്രണയ നില, മധുര നില, മനഹല അതങ്ങ് തീർന്നു കിട്ടി. കുത്തിക്കഴപ്പ് മാത്രമാണ് ഇതൊന്നും ആർക്കറിഞ്ഞൂടാ. പക്ഷേ 2-3 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഫീൽ ചെയ്യുന്നില്ലേ? ഇവൻ നന്നായിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ടല്ലേ അവളെ. പഴയതുപോലെ പോയിരുന്ന് കാലിപ്പിടുത്തവും കൈപ്പിടുത്തമൊന്നുമില്ല. കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രിയെ ടാർഗറ്റ് ചെയ്തപ്പോൾ തന്നെ ഗബ്രിക്ക് മനസ്സിലായി അവനെ കോഴിയാക്കാനുള്ള ശ്രമമാണ് ബിഗ് ബോസ് നടത്തുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്വം. മാത്രമല്ല ഇവിടെ ഉള്ളവരെല്ലാവരും ഗബ്രിയെ വെറുക്കാനുള്ള റീസൺ അനാവശ്യമായിട്ട് ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അയ്യോ ഒരുമാതിരി അവന് സ്ത്രൈണത നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് പറയുന്നുണ്ട്. എല്ലാവരും പാവാടയെന്ന് വിളിക്കുന്നു. ദേവി ഇത് അങ്ങനെ പറയില്ല. അത് പാവാടയൊന്നുമല്ല, അത് വേറൊരു ഇനമാണ്. അത് ഞാൻ പേര് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇനി ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുവന്നാലേ നടക്കുള്ളൂ. ജാസ്മിൻ അറിയാം അവളെന്ന്. ഇനി നടക്കില്ല. എന്തൊരു നടക്കത്തില്ല. എന്താണ് പ്രസംഗങ്ങൾ ഇവിടെ കിടന്ന് തല്ലുപിടി ഉണ്ടാക്കല്ലേ? സമാധാനപ്പെടെ. ഞാനൊന്ന് പറഞ്ഞോട്ട്. എല്ലാ ദിവസവും രാവിലെ അവള് വക ഒരു വഴക്ക്, അത് നിർബന്ധ. എന്തിനാണെന്നറിയാമോ? സ്ക്രീൻ സ്പേസ് മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് മനസ്സിലാക്കിയത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു അടിമെഴുകും ഉണ്ടാകുന്നുണ്ട്. താൻ പിടിച്ച മയിലിന് 3 കൊമ്പെന്ന് പറഞ്ഞ ഒരൊറ്റ നെൽപ്പ. ഇന്നത്തെ വിഷയം ഞാൻ കുറേ വിടുന്നു. ഇന്നത്തെ വിഷയവും അത് തന്നെയാണ്. പിന്നെ എൻ്റെ സൈക്കോ വിക്കോസെ ആ വൃത്തികെട്ട കാലിലേക്ക് ഇങ്ങനെ ഷ്യൂമ് ചെയ്ത് കാണിക്കുക. ദയവ് ചെയ്ത് ബിക്കോസ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പിള്ളേർ ഛർദിച്ച് ഊപ്പാട് വരും. അവളെ പേസ് അല്ലാതെ വേറെ ഒരു പോഷന് നിങ്ങൾ ഞങ്ങളെ കാണിക്കരുത്. അതൊന്നും താങ്ങാനുള്ള കെൽപ്പില്ല. 24 hours ഇതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഛർദിച്ച് എൻ്റെ ഊപ്പാട് വന്ന്. എന്തൊരു കാലടി ഇത്. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം നോക്കേണ്ടത് അവളുടെ പാദങ്ങളിൽ നോക്കിയാണ്. പൂ പോലത്തെ പാദങ്ങളായിരിക്കും. ആ പാദങ്ങളിൽ നോക്കുകയാണ്. വാസ്തവത്തിൽ അതൊന്നുമല്ല. നമ്മൾ ശുദ്ധമാക്കി വെക്കേണ്ട ഏറ്റവും നല്ല പോഷൻ എന്ന് പറയുന്ന പാദമാണ്. നമ്മളുടെ എല്ലാ ഓർഗൻസിൻ്റെ നെർവ് അത് ബേസിക്കലി പാദങ്ങളിലാണുള്ളത്. അത് എത്രത്തോളം ക്ലീൻ ആക്കി വെക്കുന്നോ അത്രത്തോളം നമുക്ക് ശരീരശുദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മെതിയടികൾ ഉപയോഗിക്കുന്നവരെ നമ്മൾ ദൈവതുല്യരായി കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, സന്യാസവർഗം. അതെന്തുകൊണ്ടാണെന്ന് അറിയാം? അവർ ശുദ്ധമാക്കി വെക്കുന്നവർ കാലുകളാണ്. കാലുകൾക്ക് ശുദ്ധം വേണം. പെണ്ണിനെ നോക്കുമ്പോൾ ഈ കാല് വെടിച്ച് പറിച്ച് ഇരുന്നിട്ട് മുഖത്ത് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് കാര്യമില്ല. കാലെടുത്ത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും അവൾ ക്ലീൻ ആണോ അല്ലയോ എന്നുള്ളത്. നമ്മൾ എല്ലാ ഭാഗവും വൃത്തിയാക്കണം. ഇവക്ക് വൃത്തിയേ ഇല്ല. ഇതിൻ്റെ കൂടെ ആ കാലിങ്ങനെ ലൊക്കേറ്റ് ചെയ്താൽ എന്തോ ചെയ്യാനാ? ജിൻ്റെ കുളിക്കാൻ സോപ്പ് എടുത്താൽ നല്ല കാര്യം. ഉറങ്ങിയതിന് പണിഷ്മെൻറ്റ് 3 നേരം കുളിയെന്ന് പറഞ്ഞ് പൊടച്ചവനെ തുമ്മി അവിടെ അത്രയും മൂക്കള വലിപ്പിച്ച് വെക്കുക. അതിനെ കൊണ്ട് കുളിപ്പിക്കല്ലേ, മേല് കഴുകിക്ക്, തല പോട്ട്. ആ വെപ്പ് മുടിയും മൊത്തത്തിൽ അത് നശിച്ച് നേരങ്കല്ലാവും. എന്തിന് വെറുതെ അതിനൊന്നും മെനക്കെടാൻ നിൽക്കല്ലേ? അതൊന്നും വേണ്ട. പിന്നെ കക്കൂസിൻ്റെ മുകളിൽ കയറിയിരുന്ന സുശാസന, അത് വേറെ ആരുമല്ല, ഈ കക്കൂസ് തന്നെയായിരിക്കും അത് ചെയ്യേണ്ടാവുക. ബ്ലാഡി ക്രാമവാസിയാണത്, അത് അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ വേറെ ആരെ വിചാരിക്കേണ്ട. 2 പ്രാവശ്യമായി ടോയ്ലറ്റിൻ്റെ ബോക്സ് പൊട്ടി എന്നാണ് ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത്. സോ അറിയിപ്പിൻ്റെ പിന്നിൽ എന്തായാലും ഗ്രാമപ്രദേശത്തിൽ നിന്ന് 2 എണ്ണേ അവിടെ ഉള്ളൂ. ഒന്ന് നന്ദനയും ഒന്ന് ഇതും. ഇത് 2നെയും കയ്യോടെ പൊക്കിയാൽ അറിയാൻ പറ്റും കക്കൂസിൻ്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് അപ്പിയിടുന്ന പരിപാടി ആരാണ്. എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തിന് നടക്കണ എന്തോ. സീക്രട്ട് ഏജന്റ് ഞാൻ ഓൺ കേസ് പറയും. അല്ല, സീക്രട്ട് ഏജന്റിന്റെ വിഷയം എന്തെന്നറിയുമ്പോൾ
നമ്മളൊരു രൂപ ചോദിച്ചിട്ടുണ്ട്, ആ രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്ത് നിന്ന് കാറിനകത്തിരുന്ന് കാണുന്ന സീനാരിയോ അല്ല, നമുക്ക് അതിനകത്ത് കയറി ഡയറക്റ്റ് ലൈവ് കാണാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറി കുത്തിയിരിക്കുന്നു. ഇവന് ഡയറക്റ്റ് സാധനം കാണണം, അവിടെ എന്ത് നടക്കണം എന്ന് ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് സീക്രട്ട് അതിനകത്ത് പോയിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അത് മനസ്സിലാക്കുക. എൻ്റെ പൊന്നെത്ത്, ആ പെണ്ണ് ഇങ്ങനെയൊക്കെയാണ് വളർന്നു വന്നത് എന്നതിൻ്റെ തെളിവാണ് അവൾ അവിടെ കാണിച്ചു കൂട്ടും. നാണം കെട്ടും പണം നേടിഞ്ഞാൽ നാണക്കേട പണം മാറ്റിയിടും എന്ന ആറ്റിറ്റ്യൂഡാണ് അവളുടെ വീട്ടുകാർക്ക്. അതിങ്ങൾക്ക് ഒരു മാനവും നാണോ ഇല്ല. നീ ഈ പെണ്ണ് അവിടെ കിടന്ന് പൊട്ടി കരഞ്ഞാലും തന്ത മൈൻഡ് ചെയ്യില്ല. എന്തെന്നറിയുമ്പോൾ അവള് ഡെയിലി വീട്ടിൽ കാണിക്കുന്ന ഡ്രാമനല്ലേ അവിടെ കാണിക്കുന്നത്. നമ്മക്കാണത് പുതിയത്. ഇത്രയധികം ആൾക്കാർ ചേർന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യണു. നമുക്ക് നോർമലി എന്ത് ഫീൽ ചെയ്യണം? വേണ്ട എന്ന് ഫീൽ ചെയ്തു. നമുക്കത് പോരാന്നാ ഫീൽ ചെയ്യുന്നത്. സത്യത്തിൽ എനിക്കത് പോരാ, നോട്ട് ഇനഫ്, കുറച്ചുകൂടെ കൊടു എന്നാ തോന്നുന്നത്. ഇനി ആരെങ്കിലും സിമ്പതൈസ് ചെയ്ത് വരുന്നവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന വൃത്തിയില്ലാത്ത നാറിച്ചി കടിച്ചിയുടെ സപ്പോർട്ടിനായിട്ട് വരുന്നവരടുത്ത് ഞാൻ പറയുന്ന ഒറ്റ ചോദ്യം, ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം തരിക. ഇതേ ഫോർമുല തന്നെയല്ലായിരുന്ന ഒരു മാസം കൊണ്ട് കപ്രി ഇവളും കൂടെ കിടന്ന് ബാക്കിയുള്ള റൂംമേറ്റ്സിനെ കാണിച്ചത്. ഹോംമേറ്റ്സിനെ കാണിച്ചത് മുഴുക്ക ഇതേ സംഗതി തന്നെയല്ലേ? ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴത്തേക്ക് കൊള്ളത്തില്ല, അവള് ചെയ്യുമ്പോൾ ആഹാ, ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറയണ ആ ടൈം മനസ്സിലാവുന്നില്ല കേട്ടോ. അത് എന്ത് തരം പുതിയ തരം നാടകമാണോ എന്തോ എനിക്കറിയാമേ. ഷെഫീനത്തെ സൂപ്പർ. ഇതൊക്കെ ആയിട്ടും അവളെ പുറത്താക്കുന്നില്ല ബിഗ് ബോസ്. അത് വേണ്ട, കണ്ടന്റ് വേണ്ടേ? രാത്രിയാകുമ്പോൾ നല്ല കണ്ടന്റ് കൊടുക്കുന്ന കണ്ടന്റ് റാണിയാണ് അവൾ. നിങ്ങൾ കൊടുക്കുമോ ഈ കണ്ടന്റ്? അവിടെ ഉള്ള എത്ര പെമ്പിള്ളേരുണ്ട്, ഒരെണ്ണം ഇവള് കൊടുക്കുന്ന കണക്ക് ഒരു കണ്ടന്റ് കൊടുക്കും. 2 എണ്ണം ഉണ്ട് ഫ്രോഡ്. എനിക്കറിയാം കാരണം എന്താന്ന്. അവളുടെ സബും കുറഞ്ഞു. അവളുടെ സബ് കൂടി വരട്ടെ, കാരണം ഇത്തരം കണ്ടന്റാണ് അവൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ആ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അവളെ എടുത്തത്. ഞാൻ ആദ്യം വിചാരിച്ചു 1 മില്യൺ സബ്സ്ക്രൈബറൊക്കെ ഉള്ളതുകൊണ്ട് എടുത്തായിരുന്നു. ഇതൊന്നുമില്ല, ഈ കണ്ടന്റ് ഈസ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ ഞോറ എടുത്തിട്ടുള്ളത്. ദീസ് പീപ്പിൾ ആർ മേക്കിംഗ് കണ്ടന്റ് ഇൻ ടാങ്കോ ആൻഡ് ദ സെയിം തിങ് അവർ പൊക്കോസ് എന്ന്. ഒരു പ്രശ്നമുണ്ട് ബിഗ് ബോസ്. ടാങ്കോയിൽ ഇരിക്കുന്നത് കുറെ വായി നോക്കികൾ ഇതുപോലെ രതിസുഖത്തിന് വേണ്ടിയിട്ടാണ് ടാങ്കോ അപ്ലോഡ് ചെയ്ത് വെക്കുന്നത്. അതേസമയം ബിഗ് ബോസ് ഞങ്ങൾ പൈസ മുടക്കിയിരുന്ന് കാണുന്നത് കുടുംബ പ്രേക്ഷകരാണ്, പ്രത്യേകിച്ച് അമ്മമാര്, പെൺകുട്ടികൾ. ഇന്ന് 2-3 പേരുടെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഏതോ ഒരു മതതീവ്രവാദിയാണ്, എന്നാലും അവനിട്ട ഒരു കാര്യത്തിൽ ഇതാണ്, കൊച്ചുങ്ങളെ ഇത് കാണിക്കണം, നിർബന്ധമായി കാണിക്കണം. ഒരു പെൺകുട്ടി എങ്ങനെ ആകരുത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇത്. നമ്മളെ വീട്ടുകാരെ വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീടിന്റെ അഭിമാനം നശിപ്പിക്കാൻ ഇതുപോലെ ഒരെണ്ണം മതി എന്ന് കാണിക്കാൻ അവൾ ഇനഫാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിയർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം പെൺകുട്ടികളെ പഠിപ്പിക്കാതിരിക്കാനും പുറം ലോകത്തേക്ക് വിടാതിരിക്കാനും ജാസ്മിൻ ഇനഫാണ്. ജാസ്മിനെ കാണിച്ചു കൊടുത്താൽ മതി, പുറത്തേക്ക് വിടരുത്, വിട്ടാതെ ഇതുപോലെ ആകും. അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയ്ക്കുണ്ട് അവളുടെ ചങ്കാളിത്തരം അവിടെ കിടന്ന് ഞാൻ അറുമാതിക്കുകയാണ്. പിന്നെ വഴക്കും തല്ലും പിടിയും, അതിൽ സിബിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇഗ്നോറൻസ് ആണ് ചില സമയത്ത് ഇത്തരം വഴക്കുകൾ. നമ്മൾ മൈൻഡ് ചെയ്യാനേ പോകരുത്. അവിടെ കിടന്ന് കുരക്കട്ടെ, പേപ്പട്ടി കുരക്കട്ടെ, അവിടെ കിടന്ന് കുരക്കട്ടെ, അറ്റൻഷൻ സീക്കർ. അതുപോലെ എനിക്ക് നിന്നെ കാണണ്ട, സാത്താനെ ഓടിപ്പോപ്പാലെന്ന് പറഞ്ഞ് മുഖത്തേക്ക് ആ മുഖംമൂടി ഇടുന്നില്ല. മാസം എന്ന് പറഞ്ഞാൽ മാസം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നും. അമ്മാതിരി പെർഫോമൻസ് ആണ് സിബിൻ കാഴ്ചവെച്ചത്. നിന്നെ എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്, എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന്. അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണ്ട, അത് അവൾ ഡിസേർവ് ചെയ്യുന്ന സാധനമാണ് അവൾക്ക് കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവള് തുമ്മിയാ അവള് വളിവിടും, അവൻ തുമ്മിയാ ഇവള് വളിവിടും. ഇത് എന്തൊരു വളി കുടുംബം മൊത്തം. പാവാട ഓടി ഇങ്ങോട്ട് വരും. എന്റെ സസ്മിനെ പറഞ്ഞോ, ആരുണ്ടോ ഇവിടെ എന്റെ ജസ്മിനെ പറയാൻ, ഞാൻ നിന്നെ ശരിയാക്കി കളയും, നീ പറയടാ. ഇവന്റെ വിചാരം എന്താ, ഇവ ഇന്റലക്ച്വൽ എന്തോ സംഗതിയാണെന്ന്. ആ കോക്കനാട്ട് ഉണ്ടാക്കിയെടുക്കാൻ അന്നത്തെ സ്കിറ്റിൽ കൂടെ ജാസ്മിൻ ഒന്ന് ശ്രമിക്കുന്നുണ്ട്. ആർക്ക്? ഗബ്രി ഇന്റലക്ച്വൽ സാധനമാണെന്ന്. അവന്റെ ഇന്റലക്ച്വലൊക്കെ അവളെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാനാണ് കൊടുക്കുന്നത്. എടി പൊട്ടക്കാളി, ഒന്നും അറിയാതെ ഗ്രാമവാസിയായിരുന്ന നിനക്ക് അവൻ വലിയ ഇന്റലക്ച്വൽ സാമാന്യമായിട്ട് തോന്നും. അത്യാവശ്യം വിവരവും ബോധവും ഉള്ളവർക്ക് അവൻ നല്ലൊരു കോഴിയായിട്ടേ തോന്നുള്ളൂ, കടിമൂത്തൊരു കോഴി. പക്ഷെ അവന്റെ കോഴിത്തര ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. കടുക്ക കഷായം അന്ന് കൊടുത്തത് മുഴുവൻ കടുക്ക കഷായമാണെന്ന് തോന്നുന്നു. ഇത് കുടിച്ചതിൽ അവനൊരു സമാധാനമുണ്ട്, നിനക്ക് കിട്ടിയതിൽ ഇത്തിരി കുറഞ്ഞു പോയി. അതാണ് നീ ഈ കഷായം കിട്ടാതെ ഇങ്ങനെ വിളയുന്നത്. ഇവള് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും റസ്മിനും സുഹൃത്തുക്കളാണ്, പെൺകുട്ടികളാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കും. അപ്പൊ ഇത് ഒരു കടി, സുഹൃത്ത് കടിയാണ്. ഈ കടിയെ നിങ്ങൾ ഗബ്രിയുമായി കൂട്ടിക്കെട്ടി പ്രണയമാക്കി മാറ്റരുത്. ഇത് അഫ്സലിനുള്ള മെസ്സേജാണ്, മനസ്സിലായോ? എടി പൊട്ടി, ശ്രീതു വായി തുറന്നാൽ തീരാവുന്ന കടിയേ ഉള്ളൂ റസ്മിന്. റസ്മിന്റെ സ്വഭാവം എന്താണെന്ന് ശ്രീതു വായി തുറന്നാൽ തീരും. അതൊരു ലെസ്ബിയനാണ്, അവക്കിഷ്ടം പെൺകുട്ടികളെയാണ്. അതുകൊണ്ടാണ് അവൾ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ ഓടി വന്ന് പെണ്ണുങ്ങളെ തന്നെ കയറി കെട്ടിപ്പിടിക്കുന്നത്. എന്ത്? ഗബ്രി അവളെ സുഹൃത്തല്ലേ, എന്ത് ഗബ്രിയെ കെട്ടിപ്പിടിച്ചിട്ട് അവൾക്കൊരു ഇനഫാകാത്ത എന്തുകൊണ്ട്? നിങ്ങളെ കെട്ടിപ്പിടിച്ചാലേ അവൾക്ക് സമാധാനമാവും. അത്യാവശ്യം പഞ്ഞിക്കെട്ടൊക്കെ തടുക്കണം.
എന്നാലേ അവൾക്കൊരു കംഫർട്ട് സോണിലേക്ക് വരും. ലെസ്ബിയനാണ്, അതാണ് മനസ്സിലാക്കുക. അത് അവള് തന്നെ പറഞ്ഞാണ്, നമ്മൾ പറഞ്ഞെന്ന് പറയണ്ട കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് വരരുതല്ലേ. സൂപ്പർ ചേച്ചിയെ, ഞാൻ ഫാനല്ല, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ആ പോട്ട്. ചെരുപ്പിടണ്ട് ടോയ്ലറ്റിൽ പോകും, എന്നിട്ട് ഇവിടെയുള്ള സകല സ്ഥലത്തും കാലും കയറ്റി വെച്ചിരിക്കും. അതിലേക്ക് ഞാൻ വരാം. വാഷ്റൂമിലേക്ക് നമ്മൾ നോർമലി എല്ലാവരും ചെരുപ്പ് ഒരെണ്ണം പുറത്തേക്ക് വെക്കും. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ്, ഒരു ചെരുപ്പ് നോർമലി പുറത്ത് വെച്ചിരിക്കും. ആ ചെരുപ്പ് വാഷ്റൂമിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാനൊക്കെ വീടിനകത്തും ചെപ്പൽ ഉപയോഗിക്കുന്ന ആളാണ്, കാരണം എനിക്ക് വാദം ഉള്ളതുകൊണ്ട്. ക്ലീൻനെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വീട്ടിൽ ഉള്ളവർ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സാധനമാണ്. അത് ഇല്ലാതെ മേക്കപ്പ് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ക്ലീൻ ആകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വിഭാഗം പെൺപിള്ളേർക്ക് നല്ലൊരു റോൾ മോഡലാണ് അവൾ. പിന്നെ ഭാഗ്യത്തിന് എന്തോന്നറിയത്തില്ല, 10-25 ജോഡി ഡ്രസ്സ് അവൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാറി 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 കുറച്ചൊക്കെ നാറ്റം മാറുമായിരിക്കും. എന്നാലും ഉള്ള റൂംമേറ്റ്സ് എല്ലാം തന്നെ പറയുന്നുണ്ട് നാർന്നു കുളിക്കൂ എന്ന് പറയുമ്പോഴെങ്കിലും അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് പോയി കുളിച്ചുകൂടെ. ഇത് സ്വന്തം വ്യക്തി എത്തിയ സ്വയം ചെയ്യുന്നതാണ് ഒരു ടേമാണത്. കാല് കയറ്റി വെച്ചിരിക്കുക. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് അവർ ഈ പാകിസ്ഥാനികൾക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണ്. കാലെടുത്ത് തോളി വെച്ചേ അവന്മാർ ഇരിക്കുള്ളൂ. അതൊരു ശീലമാണ് പറ്റുള്ളൂ. എന്തോ ഭയങ്കര സംഭവമാണെന്ന് തോന്നും. ഈ കാലെടുത്ത് മേളി കയറ്റി വെച്ചിരുന്നിട്ട് ഈ ആട്ടം ആടുന്നത് വേറെ ആരെങ്കിലും പെൺകുട്ടികൾക്ക് ഈ മാനറിസം ഉണ്ടോ എന്ന് നോക്കുക. ഈ ആട്ടമാണ്. നമ്മളെയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുന്നത് ദാരിദ്ര്യം എന്ന് പറയും. 108 കുറ്റങ്ങൾ നമ്മൾ ഉമ്മച്ചിമ്മ പറയും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവൾ ഈ ആടുന്നത് കംഫർട്ട് ആകാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവരും എടുത്തു വെച്ചങ്ങ് ഊക്കല്ലേ. പോകുന്നവനും വരുന്നവനും വെച്ചൊരു അടി കൊടുത്തിട്ടല്ലേ പോകുന്നത്. ഇന്നലെ ശ്രീതുവിന്റെ പെർഫോമൻസ് നോക്കിയാണ്, ശരണ്യയുടെ നോക്കിയാണ്, ഡാൻസ് കളിക്കുകയാണ് ചെയ്യണത്. നീ വലിയ കോഴിയല്ലേടാ എന്ന് ചോദിക്കുന്ന ശ്രീതു. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കറക്റ്റാണ് ചോദ്യയുടെ പോട കോഴി എന്നുള്ള ടേബിൾ. അവരുടെ പവർ ടീമിന്റെ ആക്ടിവിറ്റീസിനെ റോങ് ആക്കാനും അവരൊരു ഫ്ലോപ്പാണെന്ന് കാണിക്കാനുമാണ് ഇവളീ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. പക്ഷേ അവളും അവളുടെ പവർ ടീമും ആയിരുന്നു ഇൻവിസിബിൾ എന്നുള്ളതാണ് വസ്തുത. അത് കാണുന്നവർക്ക് മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ചത്തെ ബാക്കിയുള്ള ഇഷ്യൂസിനകത്ത് ഇവരുടെ ഈ ഒരു സാധനം പറയാതെ വിട്ടുപോയൊരു കേസാണ്. ഇവരുടെ ക്യാപ്റ്റൻസിയും ഇവരുടെ പവർ ടീമും വഷളായിരുന്നു. ഇനി എങ്ങനെയും ക്യാപ്റ്റനിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ്, പക്ഷെ നടക്കത്തില്ല. അത് നടത്താതിരിക്കാൻ സിബിൻ മാക്സിമം ശ്രമിക്കും. കാരണം അവളൊരു വേസ്റ്റ് ക്യാപ്റ്റനാണ്. ഈ പറയുന്ന ജിൻഡോയുടെ കേസ് എടുക്കാം. ജിൻഡോയ്ക്ക് ഗൈഡ് ലൈൻ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ജിൻഡോയും ഇതുപോലൊരു പവർ കാണിക്കുന്ന വ്യക്തിയാണ്. ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ ഒരു ഓവർ പവറൊക്കെ കാണിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അവന് ഗൈഡ് ലൈൻ കൊടുത്തത് കൊണ്ടാണോ എന്തോന്ന് അറിയത്തില്ല, ഇത്തവണത്തെ ക്യാപ്റ്റൻസി അവൻ പൊളിച്ചു വരുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വളി മാറ്ററിൽ ഞാൻ അവൻ്റെ ഒപ്പമല്ല. ബാക്കി എല്ലാ വിഷയത്തിലും അവൻ കാണിക്കുന്നത് ഓക്കെയാണ്. അവൻ വന്ന് വളരെ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്റെ കാലി പിടിച്ച് ചോദിക്കുകയാണ്, ഞാൻ നിന്റെ അടുത്ത് പറയുകയാണ്, ഞാൻ റിക്വസ്റ്റ്. അതൊരു ഊക്കലുമാണ്. അതങ്ങ് ഭയങ്കര സൂപ്പർ. പക്ഷെ അവനൊരു കളി കണ്ടക്ട് ചെയ്യാനൊക്കില്ല. കളി മീൻസ് രാത്രി ഗബ്രിയും റസ്മിനും ജാസ്മിനും നടത്തുന്ന കളിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ നടക്കുന്ന ടാസ്കിനെയാണ് ഉദ്ദേശിച്ചത്. കളിക്ക് വേറെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരരുത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവിടെ എന്തൊക്കെ കളി നടക്കണമെന്ന് ബിക്കോസിന് മാത്രമേ അറിയുള്ളൂ. ബിക്കോസ് ഇന്നലെ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിക്കോസ് പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. കാരണം അവർക്കും കേൾക്കണ്ട, നൊന്ത് വിങ്ങുന്നെന്ന്. പിന്നെ ഇപ്പൊ അവിടുത്തെ ഒരു പുതിയ സ്ട്രാറ്റജി, എനിക്ക് മെൻസസായി എല്ലായിടത്തിനും മെൻസസായി എന്നാ പറയുന്നത്. മെൻസസ് ഒരു അസുഖമാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് വിക്കോസിലെ ടീം അംഗങ്ങൾ. ഞാൻ പറയാൻ വിട്ടുപോയത് ഒരു കാര്യം, ഉറക്കം. മാഡം അങ്ങനെ പോയിട്ട് എല്ലാവരുടെയും വഴക്കൊക്കെ കൂടി ബഹളമൊക്കെ കൂടി അവിടെ പോയി മലന്ന് കിടന്നങ്ങ് ഉറങ്ങി നിദ്രയല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ജോലി ആ പെണ്ണ് ചെയ്യത്തില്ല. ബാക്കി എല്ലാവരെ കൊണ്ട് ജോലി. എഴുന്നേക്കൂ എല്ലാവരും വരൂ ക്ലാപ്പ് എല്ലാവരും ജോലി ചെയ്യ്. ഇവളാര മഹാറാണിയോ? അതിനേറ്റ ബിക്കോസ്. ഇന്നലത്തെ ബിക്കോസ് ടാസ്ക് വീണ്ടും മാറ്റിപ്പിടിക്കുകയും വീണ്ടും പറഞ്ഞതിൻ്റെ ഉത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജാസ്മിൻ്റെ ടീം ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാലും ജയിക്കാൻ പോകില്ല. കാരണം പെൺകുട്ടികളാണ് മെജോറിറ്റി. എല്ലാം തന്നെ നല്ല ബബ്ലിയാസുകൾ. ഈ ബബ്ലിയാസുകൾ ഇത്രയും ബലമുള്ള ഹെൽത്തി ടാസ്ക് ഒരു കാരണവശാലും വിൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് വസ്തുത. റസ്മിൻ ഒരു പോയിന്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പ്രണയമാണ് എന്ന് ഏറ്റവും അധികം ചോദിക്കുന്നതും അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ജാസ്മിനാണ്. ഒരു പോയിന്റ് എനിക്കും പറയാനുണ്ട്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളത് ഒരു പ്രണയ നാടകമാണ്. പ്രണയ നാടകം തന്നെയാണ്, കടിയാണ് അത്. അതിനകത്ത് പ്രണയമൊന്നുമില്ല. ആ പ്രണയ നാടകം അവൾ ഉദ്ദേശിച്ച രീതിയിൽ ഇംപ്ലിമെന്റ് ആയി. പക്ഷെ അത് പോയ രീതി കാമപ്രാന്ത് എന്നുള്ളതാണ്. അപ്പൊ ആ കാമപ്രാന്താണ് എന്നുള്ള വെളിയിലേക്ക് പോയ ഇമ്പാക്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അവൾ നടത്തുന്ന ശ്രമങ്ങളിൽ ഒന്നാമത്തെ ശ്രമം അൻസിബയും ഋഷിയുമാണ്. എന്തുകൊണ്ട് അൻസിബയും ഋഷിയും ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഋഷി വന്ന ആപ്റ്റായി അവളോട് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. നിനക്ക് ഇപ്പം ഇവനോടുള്ള വിഷമം, ഇതേ വിഷമം അനുഭവിക്കുന്ന ഒരാൾ പുറത്തില്ലേ? നീ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ പുറത്തെ വ്യക്തി, അയാൾക്ക് വിഷമം ഉണ്ടാകില്ലേ എന്നൊരു ചോദ്യത്തിൽ അവൾ പ്രശ്നം ഉണ്ടാകോ
അങ്ങനെ ആർക്ക് ഒരു മനസ്സാക്ഷി ഇല്ലാത്തൊരു രാക്ഷസിയാണെന്ന് അതിൽ നിന്ന് തെളിയും. ഒരുത്തൻ കമ്മിറ്റഡ് ആണ്, അവന്റെ കയ്യിരിക്കുന്ന പൈസയും വാങ്ങി, അവന്റെ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങി, ആ ഉടുപ്പ് ഇട്ടോണ്ടിരുന്ന് മോങ്ങുന്നു വേറൊരുത്തനിക്ക് വേണ്ടിയിട്ട്. ഇത്രത്തോളം രാക്ഷസിയായ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. വല്ലാത്ത മനക്കെട്ടി. പൊതുസമൂഹം കാണുന്ന, ലോകം മുഴുക്ക അറിഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും ഒന്ന് അലർട്ട് ചെയ്തിട്ടും ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് ആ ചെറുക്കനെ അപമാനിക്കുന്ന രീതിയുണ്ടോ. കേസ് കൊടുക്കണോടാ, പറ്റിക്കപ്പെട്ടാൽ കേസ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൊണ്ടുവരും പെറ്റീഷൻ കൊടുക്കുക. നീ കൊടുത്ത പേയ്മെന്റ് എല്ലാം ബാങ്ക് ഡീറ്റെയിൽസ് കൊണ്ടുവച്ച് പൈസ വിടാതെ തിരിച്ചും വാങ്ങിക്കണം, കേസും കൊടുക്കണം. അതിനുള്ള ബുദ്ധിയും ബോധം നിനക്കൊണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഹൈദി സതി വന്നിരുന്നുകൊണ്ട് വെളുപ്പിക്കുന്നുണ്ട്. ആടി, നിന്റെ കൂട്ടായ്മയും നിന്റെ ഗ്രൂപ്പുകാർക്കും സപ്പോർട്ടീവായി നിൽക്കും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നീ ഈ ചെയ്യുന്നെങ്കിൽ നീ ഏറിപ്പോവാതെ ദിവസമില്ല. നിന്റെ ഡീറ്റെയിൽ എനിക്ക് അസല തന്ന കാര്യങ്ങളുണ്ട്, ഞാൻ അത് എടുത്തുകൊണ്ട് വരുമെന്നുള്ളത് തർക്കിക്കേ വേണ്ട. ഇപ്പുറത്ത് ഞാനുണ്ടെന്ന് നീ മറന്നും പോകണ്ട. നീ വെളുപ്പിച്ചെടുക്കുന്നത് ആരെ, ഇവളെയോ? ശരി, ഹേദി സാദിയെ പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടേക്കാം. അത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അത് നിങ്ങൾ അപ്പോഴും കണ്ടാൽ മതി. ആ വിഷയം നമ്മളിപ്പോൾ എടുക്കുന്നില്ല. പട്ടി കുറച്ചിട്ടുണ്ട്. ഇവള് കാരണം 2000 പോയിന്റ്സ് കഴിഞ്ഞ പ്രാവശ്യവും 1000 പോയിന്റ്സ് അതിൻ്റെ അത് അങ്ങേ പ്രാവശ്യവും പോയിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരമായി പോയിന്റ്സ് നഷ്ടപ്പെടുത്തുന്ന ഈ ചുടല സാധനത്തിന് വീണ്ടും 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 അത് അനുവദിച്ചു കൊടുക്കുന്ന ഈ ഗ്രൂപ്പ് അംഗങ്ങളെയാണ് അടിക്കേണ്ടത്. എന്തുകൊണ്ട് ബിഗ് ബോസിലെ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അതിനെതിരെ ഒരു സിവിയർ ആക്ഷൻ എടുക്കുന്നില്ല? നിരന്തരമായി പോയിന്റ്സ് കട്ട് ചെയ്യുമ്പോൾ അവളുടെ റേഷൻ കട്ട് ചെയ്യുക, അവൾക്ക് അതിനുള്ള പണിഷ്മെന്റ് കണ്ടിന്യൂസ് കൊടുക്കുക. അപ്പം മേൽക്കൊണ്ട് മൈക്ക് ധരിക്കാൻ അറിയാമോ? ഇപ്പൊ എന്തുകൊണ്ട് അവൻ അടുപ്പിക്കുന്നില്ല? അവൻ അത്ര മൈൻഡ് ചെയ്യുന്നില്ല. അവന് മനസ്സിലായി അവന്റെ പ്രശ്നം ജാസ്മിനാണ്, ബാക്കി റൂംമേറ്റ്സ് അല്ല, അവിടെയുള്ള ആൾക്കാരല്ല, അവളാണ് പ്രശ്നമെന്ന് അവന് തിരിച്ചറിവ് വന്നു തുടങ്ങി. അവനൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ പണ്ട് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തം ആരാണ് കോഴിയെന്ന് മനസ്സിലാവുന്നില്ലേ? അവന്റെ ബെഡ്ഷീറ്റ് എടുത്ത് അവള് കൊണ്ടുപോകണം, അവളെ ബെഡ്ഷീറ്റ് എടുത്ത് അവന് കൊണ്ടിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന ആരാ? ഗബ്രി പറഞ്ഞോ? നിർബന്ധിച്ചോ? ചോദിച്ചോ? ഇല്ലല്ലോ. ഗബ്രി അകറ്റി നിർത്തുമ്പോൾ ഗബ്രിയോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റസ്മിനെ ഇട്ട് കടിക്കുകയും പിടിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം നമുക്കും ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഞങ്ങൾ സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെയാണെന്ന്. ശരിയാ, ഇവളുടെ സൗഹൃദ വലയത്തിലുള്ളവരെല്ലാം ലെസ്ബിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള ടേം ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തുവാ? ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുകയൊന്നും വേണ്ട. നീ ഞങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്താൻ, എനിക്ക് എന്തായാലും ഇവളെന്താണെന്ന് നന്നായിട്ട് അറിയാം. ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കുറെ നാടകം നടത്തുന്ന കുറെ കടി പിടിച്ച പെണ്ണുങ്ങൾക്കും നിന്നെ മനസ്സിലാവും തീർച്ചയായിട്ടും. കാരണം അവർക്കറിയാം അവർക്കുള്ള കടി തന്നെയാണ് നിനക്കുള്ളതെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ ആ കടിക്കൂട്ടങ്ങളെ ഞാൻ പറയുന്നില്ല. സാധാരണ മനുഷ്യരായി, പ്രത്യേകിച്ച് അഫ്സലിന്റെ സുഹൃത്തുക്കളും നിന്നെ വിശ്വസിച്ച അഫ്സലിന്റെ വീട്ടുകാർക്കും ഒക്കെയുള്ള മറുപടി നീ വേറെ രീതിയിൽ കൊടുക്കും. ഇത് ഏക്കൂല. ഗൊത്തില്ല വിച്ചേ സ്ത്രീയെ ഈ നാടകം ഒന്നും ഇനി ഇവിടെ ചെലവാക്കൂല എന്നുള്ളത് ചുരുക്കം. മനസ്സിലായ? ഏറില്ല അമ്മച്ചി, നീ ഏറില്ല, ഏറ്റവും വലിയ ഏറില്ല. വൃത്തിയില്ലാത്ത ഒരു മറുതയും ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞ് നടക്കുന്ന ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ബിഗ് ബോസ് വിജയി ആവില്ല എന്ന് പിന്നെ എന്താ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്? ആരാ പറഞ്ഞ പ്രകാശ്? ബിഗ് ബോസ് വിജയി ആകാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അവളാണ്. ബിഗ് ബോസ് വിജയികളെ നിങ്ങൾ ചൂസ് ചെയ്ത് നോക്ക്. ആരെങ്കിലും പൊതുജനം ചൂസ് ചെയ്ത ആളാണ് അവിടെ എടുത്തിട്ടുള്ളത്? ഒന്നുമല്ല. നമ്പർ 1 ഫ്രോഡുകളാണ് അവിടെ സ്വീകരിക്കുക. സാബു ആരാണ്? തരികിട സാബു, സ്ത്രീവിരുദ്ധ തെറി വിളിച്ച് കേസുള്ള ഒരുത്തനാണ് അതിനകത്ത് പോയത്. അവനാണ് ഗപ്പ് കൊടുത്തത്. ആപ്റ്റായിട്ട് പേളി ഉണ്ടായിരുന്നു, അത്രയും അനുഭവിച്ചു പേളി, പക്ഷെ പേളിക്ക് കൊടുത്തില്ല. പക്ഷെ പൊതുജനം സ്വീകരിച്ചതാരാണ്? പേളിയാണ്. സാബുവിനൊരു ചാനലുണ്ട്. സാബു എത്രയും ടോപ്പിലേക്ക് ഇല്ല, പക്ഷെ പേളി എവിടെ പോയി നിൽക്കുന്നു? ബിഗ് ബോസിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ജനസമ്മതിയും അക്സെപ്റ്റൻസും പേളിക്ക് കിട്ടി. അപ്പൊ ആരായിരുന്നു അർഹതയുള്ളതെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യക്തമല്ലേ? ഇനി ശോഭയുടെ വിഷയം എടുക്കാം. ഈ മാരാര് തുണി പൊക്കി കാണിച്ച് എന്തെല്ലാം ഇൻസൾട്ടാണ് ആ പെങ്കൊച്ചിനെ ചെയ്തത്. അവളായിരുന്നു അർഹതയുള്ളവൾ. ലാസ്റ്റ് മിനിറ്റ് ഒരു ട്വിസ്റ്റ് ചെയ്തതോടെയാണ് എനിക്ക് വെറുത്തത്. അല്ലെങ്കിൽ ശോഭയായിരുന്നു അത് അർഹിക്കുന്നത്. എന്നിട്ട് ശോഭ എന്ത് ചെയ്തു? പുറത്തിറങ്ങിയിട്ടെങ്കിൽ അവനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ട, എന്നെ ഇൻസൾട്ട് ചെയ്തോ? ചെയ്തില്ല. ചിലപ്പോൾ ബിഗ് ബോസ് നിയമങ്ങൾക്ക് അഗൻസ്റ്റ് ആയിരിക്കാം. എന്ത് തന്നെ ആയാലും തുണി പൊക്കി മാരാരനാണ് അത് കൊടുത്തത്. അപ്പൊ തുണി പൊക്കികൾക്ക്, വളിവിടുന്നവർക്ക്, സ്ത്രീവിരുദ്ധർക്ക്, തോന്നിവാസം കാണിക്കുന്നവർക്ക്, ഏറ്റവും വൃത്തികെട്ടവർക്ക് കൊടുക്കുന്ന കപ്പാണ് പിക്കോസ് കപ്പ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് അവിടെ നടക്കുന്നത്. ഓരോ ഇയറിലതും എടുത്തു നോക്കുക. ദിൽഷ പ്രണയം അഭിനയിച്ച് നടിച്ച് റോബിനെ പറ്റിച്ചൊരുത്തിയാണ് ദിൽഷ. അതുപോലുള്ള തേപ്പുകാരികൾക്കാണ് ആ ഗപ്പ് കൊടുക്കുന്നത്. ഗപ്പ് കിട്ടണമെങ്കിൽ തേക്കണം, ചീത്ത വിളിക്കണം, തുണി പൊക്കി കാണിക്കണം, മോശപ്രവർത്തി ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് ആ കപ്പ് കിട്ടുക. അപ്പൊ അതിനകത്ത് ആ വ്യത്യാസം തീർന്നില്ലേ? ഗപ്പ് ജാസ്മിന് വ്യത്യാസമില്ല. ജാസ്മിനെ പുറത്താക്കിയില്ല. ഇന്നലത്തെ കളിയിൽ അവളുടെ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാസീവ് പ്രകടനം നടത്തിയത് വേറെ ആരുമില്ല, ബിക്കോസ് സൈക്കോ ബിക്കോസാണ് അവളെ ജയിപ്പിക്കാനും അവളെ കൂട്ടുകാരെ ജയിപ്പിക്കാനും മാസീവ് പ്രകടനം നടത്തിയത്. അത് മറന്നുപോണ്ട.
പിന്നെ മൂക്കട്ടയുടെ ഈ കാല് ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ച് ഞങ്ങളെ ഉപദ്രവിക്കരുത് ദയവ് ഇത് കാണുന്നത് തന്നെ വെറുത്തിട്ടാണ്. രാത്രി അവളുടെ ആ നക്കലും എന്തുവാ ഇത് അയ്യേ. അതവിടെ കിട്ടും. ഈ പവർ ടീമിനെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ തിരഞ്ഞെടുക്കണമല്ലോ. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ഞോറയുള്ള ടീം തിരഞ്ഞെടുത്തതിൽ ജാൻമണിക്ക് മുറുമുറുപ്പ്. അതായത് അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ആ പേഴ്സണൽ ഗഡ്ജ് ഉണ്ട്. അത് എപ്പോൾ എവിടെ പൊട്ടുന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഉണ്ട്. ഇന്നും ഈ ആഴ്ചത്തെ ഞോറയുടെ പെർഫോമൻസിൽ എനിക്ക് ഫീൽ ചെയ്തത് ഞോറ അത് ഡിസേർവ് ചെയ്യുന്നതാണ്. എന്തൊരു സൗണ്ടായത്, ചെവിക്കലടിച്ചു പോണ്ടേ. മര്യാദ സംസാരിക്കാറുണ്ട് ഈ പെണ്ണിന്, ഇതെന്തൊരു സൗണ്ടാ. അതേപോലെ അവള് ഇടാ നിനക്കല്ലേ പ്രൈവസിനെ കഴിച്ചാൽ എന്റെ ഗബ്രി ഇത് തന്നെ രണ്ട് കണക്കാ. പക്ഷെ ജോൺമണിയെ പറഞ്ഞ് കംഫർട്ട് ആക്കിയിരിക്കുന്ന സിബിൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കൃത്യമായിട്ട് അവൻ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കൊള്ളാം. ജിൻഡോ പറയുന്നുണ്ട് ഇവളുടെ അടുത്ത് പോയി കുളിക്കാനായിട്ട് ഒരു സോപ്പ് കൊടുക്കണമെന്ന്. അതായത് ജിൻഡോക്ക് അത് ഫീൽ ചെയ്തിട്ടായിരിക്കും. വർക്കൗട്ട് ചെയ്യുന്നവർ അവിടെ ഉണ്ട്. ഗബ്രി വർക്കൗട്ട് ചെയ്യുന്നില്ല, അർജുൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നു. വർക്കൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് വിയർപ്പ് വരും, നാറ്റമൊക്കെ വരും. പക്ഷെ അവരെ പോലും പറയാതെ ഇവളെ തന്നെ പറയുന്നുണ്ടെങ്കിൽ അവൾ അത്രയ്ക്ക് നാറുന്നുണ്ടെന്നാണ് അർത്ഥം. അത്ര നാറ്റ കേസാണെന്ന്. ഇന്നലെ നൈറ്റ് കാണിച്ചത് ബിഗ് ബോസ് 18+ ആക്കണം ഏജ്. അതുപോലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏഷ്യാനെറ്റ്. അതിനകത്ത് നമ്മളിടുന്ന കമന്റ്സ് അവർ വായിക്കുമെന്നാണ് പറയണത്. അവർ വായിക്കുകയോ വായിക്കാതിരിക്കുക, അതായത് പബ്ലിക്കിൽ വായിക്കാതിരിക്കുകയോ ചെയ്യുമെങ്കിലും നമുക്ക് പറയാനുള്ളത് നമ്മൾ അവിടെ പോയി എഴുതുക. ദയവ് ചെയ്തിട്ട് അവക്ക് തന്നെ കപ്പ് കൊടുത്തോ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഇവിടെ കൊച്ചുങ്ങളും തള്ളമാരും ഒക്കെ ഇരുന്ന് ഈ സാധനം കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യം, പ്രത്യേകിച്ച് ഈ ഒരു വിഭാഗം, ഇപ്പോൾ ഈ പ്രവാസികളുടെ ഭാര്യമാരൊക്കെ ഒരുപാട് പേരുണ്ട്. അവരും ഒക്കെ ഭർത്താവ് ദൂരെയുള്ള സമയത്ത് ഈ 18+ വന്നിരുന്ന് കണ്ട് വെറുതെ ടെംപ്റ്റേഷൻ ഉണ്ടാക്കി കൊടുക്കരുത്, ശല്യം ചെയ്യരുത്. കുടുംബത്തിൽ അന്തഃഛിദ്രങ്ങളും വേറെ പ്രശ്നത്തിലേക്കൊക്കെ അത് നയിക്കും. അതുകൊണ്ട് ഈ സാധനത്തിന് ഞങ്ങളെ കാണിക്കാതിരിക്കുക. നിങ്ങൾ അവിടെ അതിനകത്ത് എന്ത് വേണോ കാണിച്ചോ, ആ കപ്പ് അവക്കും കൊടുത്തോ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ സാധനം ഞങ്ങളെ കാണിച്ച് ഞങ്ങൾക്ക് ഭ്രാന്താക്കാതിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഹായ് മാം, ഹായ് നോനാസ് KP. ഞോറയ്ക്ക് ചീവീടിന്റെ സൗണ്ട്. എന്തുവാ അത്, ചെവിക്കലിന്റെ ഇതടിച്ചു പോകുന്നു. കാലും കഴുകൂല, ബാത്റൂമിൽ പോയി അതേ കാലും കൊണ്ടുവന്ന് സോഫയ്ക്കകത്ത് വെച്ചിരിക്കും. ആ വെള്ളത്തോട് കൂടി കൊണ്ടുവന്ന് കാലെടുത്ത് വെച്ചിട്ട് അവളെ കാല് ഇനി അവിടെ ഇരുന്ന് ദൂറിയാലും തൂറുമെന്ന് തോന്നുന്നു. എന്തൊരു വൃത്തികെട്ട പെണ്ണാണ് എന്തോ, എന്തൊരു വൃത്തികെട്ട പെണ്ണാണ്. കള്ളവല്ല, ഒരു വസ്തു പറയത്തില്ല. അവളുടെ അടുത്ത് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറ്റൂല. അത് അവൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു, മറ്റവൻ പറഞ്ഞു. അപ്പൊ അവൻ പറയണ നീ കള്ളിയാണെന്നാ നീ കള്ളിയാണ്, അവൻ പറയണ എല്ലാം നീ കേൾക്കൂ. പൊട്ടത്തരമേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ ബിഗ് ബോസിന്റെ ഇവരോടുള്ള പവർ ടീമിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് മറ്റേ ടീം എടുത്തു വെച്ചവരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. പക്ഷെ അത്രയും ബുദ്ധിയൊന്നും അവക്കില്ല. അവളാകെ പോയിരിക്കുകയാണെന്നുള്ള ബിഗ് ബോസിന് ഇന്നലെ മനസ്സിലായിട്ടുണ്ട്. അപ്പുറത്തൊരു ടീം ഫോം ചെയ്തിട്ട് അവരെ ചേർത്ത് വെച്ച് ഇവർക്കെതിരെ നിൽക്കുന്നുണ്ട്. അതിലാണ് ജാസ്മിൻ തോറ്റു പോണത്. അവൾ തനിച്ചാണെന്ന് കാണിച്ചാൽ അവൾക്ക് വോട്ട് കൂടുതൽ കിട്ടുള്ളൂ. അവൾക്ക് കൂടെ ഒരു ടീം ഉണ്ടെന്ന് അവൾ കാണിച്ചാൽ അവൾക്ക് വോട്ട് കിട്ടത്തില്ല. അപ്പൊ അവൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ മീൻ ടൈം മറ്റവരോട് അടിച്ചു നിൽക്കാൻ അവളൊരു ഗ്രൂപ്പിനെ ഫോം ചെയ്തേ മതിയാവൂ എന്നൊരു ആവശ്യമുണ്ട്. അതായത് വല്ലാത്തൊരു മെന്റൽ തറോമയിലാണ് പെണ്ണുള്ളതെന്നുള്ളത് വാസ്തവം തന്നെ. അന്ന് നിങ്ങളോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു അവളെ പറഞ്ഞപ്പോൾ. പക്ഷെ ഇപ്പോൾ മനസ്സിലായി നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന്. താങ്ക് യു സം, താങ്ക് യു. അവളുടെ ഉമ്മയും വാപ്പായും ഒന്നും കാണുന്നില്ലേ ഇത്? അവർക്കതൊന്നും പ്രശ്നമില്ല. പൈസ ബാങ്കിലേക്ക് മാസം എത്തിയാൽ മതി. മോൾ എങ്ങനെ പോയാലും ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ തന്നെ ഉമ്മയും വാപ്പായും വിലക്കത്തില്ലേ? ഇങ്ങനെ പാടില്ല. അത്യാവശ്യം പബ്ലിക്കിൽ കൊണ്ടുവരാതിരിക്കാനെങ്കിലും ശ്രമിക്കണ്ടേ? ഇത് എത്ര വട്ടം മോള് പിന്നെയും പ്രേമിക്കും, പിന്നെയും പോകും, പിന്നെയും പ്രേമിക്കും, പിന്നെയും പോകും, എൻഗേജ് ചെയ്യും. മോള് ഇന്നൊരുത്തനെ കൊണ്ടുവന്നാൽ നാളെ വീണ്ടും കൊണ്ടുവരും. വാപ്പായും ഉമ്മായും സ്വീകരിച്ചിരുത്തിക്ക് ചിക്കനും കറിയും വെച്ച് ചോറ് വെച്ച് ഊട്ടി അവസാനിച്ച് വിടയില്ലേ? അഫ്സൽ ആ വീട്ടിലെ ഓളിൻ ആളായിരുന്നെന്നാ പറയണേ. മരുമകനായി ഏറ്റെടുത്ത ഒരാളാണ് അഫ്സൽ. അതോർത്തോണം, മനസ്സിലായോ? മോഹൻലാലിന് നാണമില്ലേ ഈ വക കൂതറ പരിപാടി ചെയ്യാൻ? അത് മോഹൻലാലിനോടല്ലേ മോനെ ചോദിക്കേണ്ടതാണ്. സത്യമായിട്ടും അത് എനിക്കും ചോദിക്കേണ്ടതാണ്. ശല്യം എന്ന് പറഞ്ഞാൽ ശല്യം, പെണ്ണിനെ കൊണ്ടുള്ള ശല്യം. ഇതിനകത്ത് കാണിച്ച ഒരു സീനറി ഞങ്ങൾ കാണത്തില്ല. അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. ജാസ്മിനും പിന്നെ റസ്മിനും കൂടെയാണ്. ജാസ്മിൻ നടക്കട്ടെ, നമ്മൾക്കിപ്പോൾ എന്തൊക്കെയോ കട്ടുമോട്ടിച്ച് തീറ്റി അതും ഒക്കെ ഉണ്ട്. ഒന്നും പറയാനില്ല കേട്ടാ.
റസ്മിൻ്റെ അടുത്ത് ഏത് നേരവും ജാസ്മിൻ ചോദിക്കുന്ന ഒരു സാധനം, നിങ്ങളെ വർത്താനം കേൾക്കാൻ നല്ല രസമുണ്ട്. താങ്ക് യു സെൻട്രൽ. ഉണക്കമീൻ്റെ കഥ പറഞ്ഞവള ഫുഡ് വേസ്റ്റ് ആക്കി, ആഹാരത്തിന്റെ അഹങ്കാരം. അഫ്സൽ പോയത് അവൾ അറിഞ്ഞോ എന്തോ? അവൾ ചോദിക്കുമ്പോൾ തന്നെ അവൾക്ക് അറിയത്തില്ല അവൻ പോകുമെന്നുള്ളത്. ഉണ്ടോ ആളിപ്പോഴും അവിടെ ഉണ്ടോ അതോ പോയോ? കാരണം അവൾ കാണിച്ചു കൂട്ടിയത് അത്രയും ഉണ്ടെന്ന് അവൾക്ക് തന്നെ ഒരു ബോധം ഉണ്ടെന്നേ. അവൻ നിൽക്കുമോ? പിന്നെ നിൽക്കുന്നെങ്കിൽ അവൻ മണ്ടനാണെന്നല്ലേ അർത്ഥം. അവളുടെ ആവശ്യം അതിനകത്തേക്കുള്ള തുണി കിട്ടുക എന്നുള്ളത്. ഇനിയിപ്പോൾ വരുമ്പം ബിഗ് ബോസിന്റെ കപ്പ് കിട്ടുമ്പോൾ തന്നെ എത്ര രൂപയായി? അത് മതി, ആ പൈസ മതിയായിരിക്കും. ഇനി അവൾക്ക് ഇഷ്ടപ്പെട്ടവർത്തൂടെ പോകും. കപ്രി വിചാരിക്കുന്ന കപ്രിയിലൂടെയാണ്, ഒന്നുമല്ല. ഗബ്രിക്കൊപ്പം അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഋഷിയുടെ അടുത്ത്, മനസ്സല്ലേടാ, മാറി ചിന്തിക്കില്ലേടാ, എന്ത് ചെയ്യും വേടാ? ഇവളെ കല്യാണം കഴിച്ച വീട്ടിൽ പൂട്ടിയിട്ടണം. ഇവളെ മറ്റുള്ളവരെ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആളെടുത്ത് മനസ്സല്ലേടാ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നില്ലടാ, ഞാൻ എന്ത് ചെയ്യും വേടാ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നടാ. ഇന്നലെ രാത്രി റസ്മിനോട് വ്യക്തമായി ശ്രീതു പറഞ്ഞു ജാസ്മിനുമായി കമ്പയർ ചെയ്യരുതെന്ന്. ഇന്നലെ രാത്രി റസ്മിനോട് വ്യക്തമായി ശ്രീതു പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അത് ചോദിക്കുന്നത് അവളാണ് എന്നുള്ളതാണ് ശ്രീതുവിനോട് കൊടുത്ത ഒരു ഇൻഫർമേഷൻ. അത് നമുക്കുള്ളൊരു ഇൻഫർമേഷനും കൂടെയാണ്. അങ്ങനെ അവരെ ആക്കി തീർക്കാൻ തന്നെ ശ്രീതു ഓൾറെഡി പുറത്ത് കമ്മിറ്റഡ് ആണ്. സോ കമ്മിറ്റഡ് ആയ ഒരു പെണ്ണ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ശ്രീതുവിനെ കണ്ട് പഠിക്കണം. അങ്ങനെയാണ് ന്യൂസ് കേട്ടത് കേട്ടോ. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. എന്തായാലും അവൾക്ക് നല്ല ഫാൻ ഫെയിം ഉണ്ട്. അതുകൊണ്ടാണ് അർജുൻ വീണ്ടും അവളെ പുറകെ നടക്കുന്നത്. ഒരുപക്ഷെ അത് ഡ്രാമയായിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഒരു കോംബോ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. ആ കോംബോ വളർത്താൻ വേണ്ടി ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ട് ലാല്. പണിയാണ് മോഹൻലാൽ ചെയ്യുന്നത്. അത്രേ അതിനകത്ത് പറയാനുള്ളൂ. പ്രവാസികൾക്ക് ഭാര്യമാർക്ക് ഇതൊന്നും കണ്ട് കുരുപൊട്ടില്ല. കൊട്ടാതിരുന്നാൽ മതി ശിവനെ. ചുമ്മാ വായിൽ തോന്നുന്നത് പറയുന്നത്. വായിൽ തോന്നുന്നത് പറയാൻ തന്നെയാണ് ഞാൻ ചാനൽ വെച്ചത്. എനിക്ക് നല്ല സൗകര്യം ഉണ്ടെങ്കിൽ നീ വന്നിരുന്നാൽ മതി. നിനക്ക് ഇത് കാണുമ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കണ്ടാൽ തോന്നും. അമ്മാതിരിയുള്ള സാധനങ്ങളാണ് അവിടെ കാണിക്കുന്നത്. എനിക്ക് കടിയൊക്കെ തോന്നാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. രാത്രി ഞാൻ മെനക്കെട്ടിരുന്ന് കാണുന്നത് ഇതിനാണ്. പിന്നെ ആളുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ കാണും. കാരണം ടെംപ്ടേഷൻ കൂടുതൽ തോന്നണമെങ്കിൽ ഇത് കണ്ടാലേ പറ്റുള്ളൂ. എനിക്ക് തോന്നും. ഞാൻ ഇതിലപ്പോൾ കള്ളം പറയണേ, എനിക്ക് തോന്നാറുണ്ട്. അയ്യോ കെട്ടിപ്പിടിയും നക്കലും മുത്തലും ഇതെടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കലും അവളുടെ വായിലോട്ട് കൊടുക്കലും ഇത്തരം കേട്ടോ നമുക്കൊക്കെ തോന്നും. അയ്യോ അതൊന്നും തോന്നൂല എന്ന് പറയുന്നത് അതിശയം തന്നെയാണ്. അയ്യോ അങ്ങ് ഒരുപാടങ്ങ് വളർത്തിക്കൊണ്ട് വരല്ലേ. എന്തായാലേ ഒരു പെണ്ണ് ഇങ്ങനെ അവളുടെ തന്തയ്ക്ക് പൈസ മതി. ഇപ്പോൾ കാണിക്കുന്നത് 23 വയസ്സുകാർ കാർഡല്ല, പൊന്നൂസ് ഇല്ല, വാപ്പാക്ക് പഞ്ചായത്തില്ല. ജാൻമണിയുടെ കരച്ചിൽ. എവിക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് തുടങ്ങും തള്ള കരയാനായിട്ട്. എന്തിനാണ് കരയണമെന്ന് വെച്ചാൽ എനിക്ക് പറ്റൂല, എനിക്കിവിടെ പറ്റില്ല, എനിക്ക് ഇങ്ങനെയുള്ള കൾച്ചറൽ പീപ്പിളുമായിട്ട് അനുസരിച്ച് എനിക്ക് നിൽക്കാൻ ഒക്കത്തില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവുക, എന്നെക്കൊണ്ട് പറ്റത്തില്ല. കരയണ കണ്ടാൽ എടുത്ത് വാഴമൂട്ടി ഇടാൻ തോന്നും. വേറെ പണിയൊന്നുമില്ല. ഇല്ലടേ ഇപ്പൊ ജോലി രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് നിനക്കൊരു പണിയും ഇല്ലേടാ, ഒരു ചെരുപ്പും ഇല്ലേടാ. സിബിൻ അയ്യോ അമ്മേ തല ഓർമ്മിപ്പിച്ചത് നന്നായി. താങ്ക് യു സോ മച്ച്. പിന്നെ എന്തരിയാനടെ പിറകെ നടക്കല്ലേ. എനിക്ക് നീതി വേണം, അത് നീതിക്കൊന്നും വേണ്ടിയിട്ടല്ല. ആ വിഷയം എടുത്ത് ക്യാമറ സ്പേസ് കിട്ടണം. എന്തുകൊണ്ട് സിബിൻ അത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിബിൻ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമേ അതാണ്. അവൾക്ക് ക്യാമറ സ്പേസ് വേണം. അതങ്ങ് എടുത്തോന്ന് പറഞ്ഞാൽ മതി. അതിന് എന്നെ ടാർഗറ്റ് ചെയ്യേണ്ടെന്നങ്ങ് പറയുന്നതല്ലേ ഏറ്റവും വൃത്തിയുള്ള സാധനം. പകരം സിബിൻ അതെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു പെണ്ണ് ഇങ്ങനെ അവളുടെ. ഞാനിപ്പോൾ ബിഗ് ബോസ് കാണാറില്ല ചേച്ചി, റിവ്യൂ ആണ് കാണാറുള്ളത്. ബിഗ് ബോസിനെ വെച്ച് നോക്കുമ്പോൾ ചേച്ചി റിവ്യൂ ആണ് സൂപ്പർ. താങ്ക് യു. നിനക്ക് തോന്നും എന്നെ കണ്ടാലേ അറിയാം. ശരിയാ എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. എന്നെ കണ്ടാലേ അറിയാം. എന്നെ കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. ശരിയാണ്ടേ. ബബിളി നിറങ്ങി അലുവ പോലിരിക്കുന്ന ജാസ്മിനെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്കും അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ ആ ലെവലിലൊക്കെ നിങ്ങൾക്ക് എന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചെന്നാ പോരെ. ചേച്ചി ബിഗ് ബോസിലേക്ക് ഒന്ന് വിളിക്കുക, ഒരു ചാൻസ് കിട്ടുന്ന. അയ്യേ എല്ലായിടത്തും ഇടനിലക്കാരിയായിട്ട് ഇപ്പൊ ഇരിപ്പുണ്ട് രശ്മി അമ്മച്ചി. പ്രണയ നിനേഹ നമ്മുടെ അഭിഷേകിനെ ഒന്ന് വളയ്ക്കാൻ നോക്കുന്നുണ്ട് ഞാറച്ചി. ജാസ്മിന്റെ ബന്ധങ്ങളൊക്കെ ചൈനീസ് മോഡലാണ്. മാക്സിമം 6 മാസം ഗ്യാരണ്ടി. അത്രേ ഉള്ളൂ. യൂസ് ആൻഡ് ത്രോ. അവള് പിന്നെ ചൈനക്കാരിയാണ്, ഇനി പറയാൻ പറ്റത്തില്ല. മോക്കി മുട്ടിരിക്കുന്നത്. സിബിൻ ആണ് ബിഗ് ബോസ് കപ്പ് കിട്ടാൻ ഡിസേർവ് പേഴ്സൺ. കറക്റ്റാണ്, ശരിയാണ്. എൻ്റെ ഒലക്കമത്തെ ഒരു വിടുക്ക് വച്ചു. എന്നാ പോട്ട്. ജാസ്മിൻ കപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. ജാസ്മിൻ കപ്പടിക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ ബിഗ് ബോസ് അവർക്ക് കൊടുക്കും.
പിന്നെ ഈ കൂട്ടം കൂടി ആക്രമിക്കുന്നു, കൂട്ടത്തോടു കൂടി ഒരാളെ ചുറ്റിപ്പറ്റി ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഐഡിയാസ് അവനിൽ നിന്ന് കിട്ടുന്നെന്നല്ലേ അർത്ഥം. സിബിനിൽ നിന്ന് ഐഡിയാസ് കിട്ടുന്നുണ്ടല്ലേ സിബിന്റെ ചുറ്റും കിടന്ന് കറങ്ങണത്. അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ കറങ്ങട്ടെ. അതിലിപ്പോ എന്താ കുറ്റം ഇരിക്കുന്നത്, അതിലിപ്പോ എന്താ പ്രോബ്ലം ഇരിക്കുന്നത്? ഇതിൽ ആ ടാസ്ക് റിലേറ്റഡ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ടാസ്ക് കാണണമെന്നില്ലായിരുന്നു. കൈ വളയുന്നതോ കൈ പിടിക്കുന്നതോ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ബിഗ് ബോസ് ഉദ്ദേശിച്ച രീതിയിലേക്ക് ആ സാധനം എത്തിയില്ല. ഇവരെ പവർ റൂം പൂട്ടിയില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ നമ്മൾ ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെക്കിങ്ങിനാണെങ്കിൽ പോലും അനാവശ്യമായി ആ പവർ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അതിനൊരു മൂക്ക് കയറിടാൻ വേണ്ടി ആ പവർ റൂം ലോക്ക് ചെയ്ത ആ ഒരു ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു കേട്ടോ. ഗബ്രിക്കിട്ട് അൻസിബ കൊടുത്ത് മുംബൈയിൽ നിന്ന് അവർ മാത്രം സൈക്കോളജിസ്റ്റ് വന്നു. കറക്റ്റാണ്. അതൊരു തഗ്ഗായിരുന്നു കൊടുത്തത്, അത് ഞാൻ കണ്ടായിരുന്നു. അൻസിബ ഒരു തഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അൻസിബ കുറച്ച് സ്വയം പൊക്കൽ കൂടുതലാണ്. 24 മണിക്കൂർ അവളുടെ സിനിമയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയും ഒക്കെ പറയണത് താനൊരു സംഭവമാണ്, തനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന കണക്ക് തോന്നി. നമ്മളുടെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് നമുക്ക് അതിനകത്തേക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് പോയി നമ്മുടെ സ്പെഷ്യാലിറ്റി നമ്മുടെ ഇമ്പോർട്ടൻസും പറയേണ്ട കാര്യമില്ല. അവിടെ പോയി പെർഫോം ചെയ്യുന്നതിലാണ് ആളുകൾക്ക് അക്സെപ്റ്റൻസ് കിട്ടുക. അപ്പൊ അത് ഒന്ന് മറന്നു പോയോ അൻസിബ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്, അറിയത്തില്ല. അപ്പോൾ ബിഗ് ബോസ് പ്ലാനഡ് ആണോ? പിന്നല്ലാണ്ട് അവക്ക് വേണ്ടിയിട്ടാണ് പലതും നടത്തുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഗബ്രിയെ കോഴിയാക്കിയത് ആരാണ്? ഗബ്രിയെ കോഴിയാക്കിയപ്പോൾ ഗബ്രി അങ്ങ് മാറിക്കൊടുത്ത്. ഗബ്രി മാറിക്കൊടുത്തപ്പോൾ അവളുടെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നു. മറ്റേത് ഗബ്രി ആയിരുന്നു എല്ലായിടത്തും പോയി അടി വാങ്ങിക്കുന്നത്. ഇവളങ്ങോട്ട് തിരിച്ചു. അതുപോലെ മറ്റേ സ്കിറ്റ് ഉണ്ടല്ലോ, നീ എവളെ അടിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്കിറ്റ് ഉണ്ട്, ശ്രീരേഖ. അത് സൂപ്പറായിരുന്നു, അത് കറക്റ്റാണ്, സൂപ്പറായിരുന്നത്. ഇങ്ങനെ കണ്ടില്ലാത്തരം കാണിക്കുന്നവർക്കൊക്കെയാണോ കപ്പ്? അറബിയുടെ മോൾ എന്നാണ് അവളെ എല്ലാവരും വിളിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. പണ്ടത്തെ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലത് കാട്ടറബിയാണ്. പാവോടെ വിടേ പോട്ടണേ, വിട്. ടോപ്പ് 5 ആരൊക്കെ വരുമെന്ന് ചേച്ചിക്ക് തോന്നുന്നു? 18+ എല്ലാവരും ടോപ്പ് 5 വരാനാണ് ചാൻസ്. ഗബ്രി വരാൻ ചാൻസ് ഇല്ല. ഗബ്രി ചിലപ്പോൾ ഔട്ടാവുന്നു തോന്നുന്നു. ജാസ്മിൻ വരും. ജാസ്മിൻ എന്തായാലും ഉണ്ടാകും, ലാസ്റ്റ് ഇതിനകത്തുണ്ടാകും. സിബിൻ ഉണ്ടാകും. പിന്നെ ഈ വാഴ എവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് എന്തെങ്കിലും വേണമെന്ന് തമിഴ് തെരിയും. വേറെ പണിയൊന്നുമില്ലേ? ഈ പന്ന തക്കാളി മോനെ ഇപ്പോൾ നിന്റെ അമ്മയെ കിട്ടിയില്ലേ, പോ നാറി. കുറേ നേരമായിട്ട് ഇത് തന്നെയാണ് ചോദിക്കുന്നത്, വേറെ ഒന്നും ചോദിക്കാനില്ല. പിന്നെ അവരൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് നിങ്ങളുടെ കമന്റ്സ് എഴുതിയിടുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറയേണ്ടത് ഇവരുടെ കാമപ്രാന്ത് അവസാനിപ്പിക്കാനൊന്നും പറഞ്ഞേണ്ട. നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി, ആ കാമപ്രാന്ത് ഞങ്ങളെ കാണിക്കണ്ട. അവരെ കാമപ്രാന്ത് അവസാനിപ്പിക്കാൻ നമുക്ക് പറയത്തില്ല. കണ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇവരെ കാമപ്രാന്ത് അവസാനിപ്പിക്കാൻ പറയണം അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ്. ചെയ്യല്ലേ, അങ്ങനെയല്ല പോയി പറയേണ്ടത്. അവിടെ പോയി എഴുതിയിടേണ്ടത് ഇത്രയേ ഉള്ളൂ. അവർ കാമം കളിക്കുകയോ അതിനുവേണ്ടി ഒരു റൂം ഉണ്ടാക്കി കൊടുക്കുകയോ അവളുടെ കൊച്ചിന് തന്തയാവുകയോ എന്ത് വെച്ചാൽ വിക്കോസ് ചെയ്തോട്ടെ, നമ്മളത് കാണിക്കേണ്ട, നമുക്കത് കാണണ്ട, നമുക്ക് അവളെ കാണണ്ട. അവളൊരു ഇത് പറഞ്ഞ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്ന ആ സിനാരിയോ കണ്ടാൽ മതി, ബാക്കി അല്ലെങ്കിൽ കാണണ്ട എന്നുള്ളതാണ്. കേരള മൊഴി അഴകായിരിക്കും. പിരീഡ്സ് വസത്ത്, താങ്ക് യു സോ മച്ച്. കാർ വാഴയെ ഏഷ്യാനെറ്റ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെന്ന് എല്ലാവരുടെ അടുത്ത് എന്നെ ജയിലിൽ ഇടുവോ? ഇവൻ ജയിലിൽ കിടക്കാൻ അതിനകത്ത് പോയെന്ന്. എടാ നീ ഇനി വെളിയിൽ വാടാ, നിന്നെതോലെ അങ്ങേര് കേസ് കൊടുത്ത് ഒപ്പിച്ചു വെച്ചിട്ട് നിനക്ക് റിയൽ ജയിലിൽ ഞങ്ങൾ പറഞ്ഞു വിടാം. അതുപോലെ നീ റിയൽ ജയിലിൽ പോകാൻ തയ്യാറായി പുറത്തേക്ക് വേടാ, നീ ടാലന്റ് ഉള്ള കഴുതയാ. അയ്യോ, സിബിൻ അവളുടെ ഉള്ളിടത്തോളം ഇവനിക്ക് വെളുപ്പിക്കാതെ ഒന്നും നടക്കത്തില്ല എന്നുള്ളത് വസ്തുത. സിബിൻ ഇവന്റെ ഒപ്പം വൈറ്റ് കാർഡ് എൻട്രിയിൽ കയറുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. അതിലാണ് ഇവൻ തോറ്റുപോയത്. ചേച്ചി അവൾക്ക് ഫുൾ നെഗറ്റീവാണ് പുറത്ത്. അപ്പോൾ അവൾക്ക് എങ്ങനെ അവിടെ നിൽക്കുന്നേ? അപ്പോൾ അത് നമ്മൾ പറയണ്ട. പിന്നെ വളിക്കേസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പവർ ടീം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വളിക്കേസ് ഒരു കേസാണോ എന്ന് ചോദിച്ചാൽ അത് കേസല്ല. പക്ഷെ അത് അൻസിബ പെട്ടെന്ന് തന്നെ ഹൈലൈറ്റ് ചെയ്തു. അൻസിബയ്ക്ക് പെട്ടെന്ന് മനസ്സിലായത് ഒരു ഇഷ്യൂ ആകാൻ ചാൻസ് ഉണ്ട്. നോറ പിന്നെ കിടന്ന് ചീവീട് കീറുന്നാണൊക്കെ കിടന്ന് കീറും. അതുകൊണ്ട് ആ കേസ് മാപ്പ് പറഞ്ഞ് തീർക്കാനായിട്ട് പറഞ്ഞു. അത് ജിൻഡോ കേട്ടു, അത് സൂപ്പറായിരുന്നു. അതോടെ ആ പ്രശ്നം തീർന്നു. പക്ഷെ വേറൊരു വളിക്കേസ് അവിടെ നടന്നു. എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നന്ദനെ എടുത്ത് വെച്ചു, നീ എല്ലാ വളിക്കും വിളിയാക്കല്ലേടാന്ന്. ആ ഒരു വളിക്കേസ് നമുക്ക് എടുക്കണ്ടേ? അതൊരു അൺപാർലമെന്ററി വേർഡായിട്ട് അവിടെ ഡിക്ലെയർ ചെയ്ത സ്ഥിതിക്ക് ആ കേസ് നമ്മൾ എടുക്കേണ്ടതല്ലേ? പക്ഷെ അതാരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നീങ്ക എന്നെ ഊര് മേഡം, ഞാൻ കേരളാന്ന് തെരീത് തന്നെ. തക്ഫ്രം നന്ദന, അതാണ് അഭിഷേക് കേക്കി കൊടുത്തന്നെ. അല്ല, അത് നിങ്ങൾ രണ്ടും കൂടെ എന്തിനടി കൂടുന്നാന്തോ എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്രയല്ല ഞാൻ കണ്ടത്. ഓക്കെ,
ഈ നോറയുടെ ടാസ്കിനെ പറ്റി പറയാം. നോറ എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ആട്ടവും പാട്ടും കൂത്തും അവൾക്ക് കൊടുത്ത ടാസ്ക് അത് കിടുമായിരുന്നു. കാരണം 24 മണിക്കൂർ മോങ്ങിക്കൊണ്ട് നടക്കുന്നവർക്ക് ഒരു പൊട്ടത്തി ഇമേജാണ് അവിടെ ഉള്ളതെന്ന് അവൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട്. ബട്ട് അൻസിബ പറഞ്ഞത് ഒരു കാര്യം കറക്റ്റായിരുന്നു, പുറത്ത് കമ്മിറ്റഡ് കറക്റ്റാണ്. അൻസിബയുടെ ആ ഒരു വേർഡിൽ ചാൻസേ ഇല്ല, അത് അവളെ ബീറ്റ് ചെയ്യാനേ പറ്റത്തില്ല. അത് അവൾക്ക് മാത്രമല്ല മനസ്സിലായത്, അഫ്സലിനും മനസ്സിലായി. അഫ്സൽ ആ ഒരു വേർഡിലാണ് അഫ്സൽ തിരിച്ചറിവ് വന്നത്. ഒരു ചോദ്യമല്ലേ അവൾ ചോദിച്ചോളൂ, പുറത്ത് കമ്മിറ്റഡ് ആയിരുന്ന ഒരാൾക്ക് അകത്ത് കൺഫ്യൂഷൻ വരേണ്ട കാര്യം എന്താ എന്നാണ്. അതിനകത്തുണ്ട് സർവത്രവും. ഈ സീസൺ ജബ്രി എന്ന് കേട്ട് മടുത്തു. വെറുപ്പിക്കൽ മാക്സിമം. ഇവർ ഈ സീസൺ മൊത്തം കുളമാക്കി, അത്രയേ ഉള്ളൂ. അവർ തന്നെയാണ്. അവൾക്ക് എപ്പോഴും സപ്പോർട്ടുണ്ട്. അവരെ കാണുന്നത് പോലെ പുച്ഛമാണ്. തമിഴ് ഉങ്ങൾക്ക് പിടിക്കുമാ? இந்த மெசேஜ் பார்க்குற உங்களுக்கு யாருக்கு பிடிக்கணும்னு கொஞ்சம் கமெண்ட் பண்ணுங்க. யாரை പിടിക്കണമെന്ന് കൊഞ്ചം കമൻറ്റ് പണ്ടണമാ? എന്നത്തെ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ നാട്ടിൽ ഒരു വക്കീലിന് ആദ്യം കിട്ടിയ കേസ് ഒരു വളി കേസാണ്. ആണോ? ബിഗ് ബോസിലെ ട്രെൻഡ് അതാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് ജാൻമണിയാണ്, സപ്പോർട്ട് ചെയ്യണം, ജാൻമണിയാണ് ഫുഡ് ഉണ്ടാക്കിയത്. പക്ഷെ അത് പറയുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു വിഷമം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അപ്സരയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്സര ഒന്ന് അടങ്ങിയിട്ടുണ്ട്, അപ്സരയെ അടക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ എയർ ഫ്രഷ്നർ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ജിൻഡോ ബളിയാണെന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സാധനം. നമുക്ക് വീണ്ടും വൈകിട്ട് കാണാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഇവളുടെ ഒരു സുഹൃത്തുണ്ടല്ലോ, അവൾക്കൊരു മറുപടി ഞാൻ എന്തായാലും ചെയ്തിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ആൻഡ് പ്ലീസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും കമൻസ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ അതൊന്ന് ഇൻഫോം ചെയ്യുക. ആൻഡ് ദ സെയിം തിങ്, എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനാണ് വരുന്നതെങ്കിൽ ഞാൻ നിൻ്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും തിരിച്ച് വിളിക്കും, അതിനകത്ത് തർക്കമില്ല. അത് അങ്ങനെ ബാഡ് കമൻറ്റ് ഇടാൻ വരുന്ന കുറേ ബോട്ട് ചെട്ടി ഫാൻസിനോടാണ് എനിക്ക് ആ മറുപടി പറയാനുള്ളത്. ബോട്ട് ചെട്ടി ഫാൻസിൻ്റെ കുറേ അമരാവധങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി ഞാൻ ഒരു ദിവസം കമൻസിന് മറുപടി തന്നെ എടുത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ കാണാം. ഈ വീക്ക് ജാൻമണി ഔട്ടാകും, ഷുവർ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു ഡബിൾ എലിമിനേഷൻ നടക്കുന്നുണ്ട്, നല്ല കാര്യം. ജാസ്മിനെ ഓർത്താണ് തേച്ച് എടുത്തു വന്ന് വാക്ക് കൊടുത്തു പോയി. ഇപ്പോൾ ഉള്ളവരുടെ സ്നേഹമല്ല, അത് കാമക്കടിയാണ്, അത് വേറൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്നൊരു മാറ്റമോ ചേഞ്ചസോ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്ലീസ് താഴെ എഴുതി ഇടുക. ആൻഡ് പ്ലീസ് കമൻറ്റ് നിർബന്ധമായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ മോശം വേർഡ് എഴുതുന്നത് കൊണ്ടാണ് കമൻറ്റ് അവിടെ ഇടാൻ പറ്റാത്ത. കാരണം ബ്ലോക്ക് വേർഡ്സ് ആയിട്ട് ഞാൻ കുറേ അധികം ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. മോശം കമൻറ്റ്സ് അതിനകത്ത് അധികം ഇടാൻ ഒക്കത്തില്ല. എന്നാലും തപ്പിപ്പറക്കി എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ട് വീണ്ടും മോശം കമൻറ്റ് ഇടുന്നവരടുത്ത് ഒന്നും പറയില്ല. അവരവരുടെ വീട്ടിലെ വളർത്തു ദോഷമാണ് കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമൻസാണ് എന്നെ ഇൻസ്പയർ ചെയ്യുക. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചേഞ്ചസ് വരുത്താൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിമർശനങ്ങളാണ് എന്നെ വളർത്തുക. ദയവ് ചെയ്ത് അത് ചെയ്യണം, കമൻസ് ഇടണം, ലൈക്ക് ചെയ്യണം, ലൈക്ക് മറക്കാതെ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മതി കേട്ടോ. താങ്ക് യു സോ മച്ച്. ചേച്ചി ഇപ്പം നോട്ടിഫിക്കേഷൻ വരാറില്ല വൈ, അത് ഭയങ്കര ഇതുകൊണ്ടാണ്. അവൾക്ക് PR വർക്ക് ഒരുപാട് പേര് അവിടെ ഉണ്ട്, അവർ ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങളതൊന്ന് റിഫ്രഷ് ചെയ്താൽ മതി. അതായത് ബെൽ ബട്ടൺ ഒന്നുകൂടെ ഓഫ് ചെയ്തിട്ട് പിന്നെ ഓണാക്കി കഴിഞ്ഞാൽ വരും. കേരള പെണ്ണ എനിക്ക് ரொம்ப പിടിക്കും, എഴിച്ച് പോടാന്നാറി. അപ്സര സ്വയം അടങ്ങിയതാണ്. സിബിൻ്റെ പെർഫോമൻസ് കണ്ട് എക്സാക്ട്ലി രമ്യ KP എനിക്കും അത് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അപ്സര നല്ല അടങ്ങിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വീഡിയോ കണ്ടിട്ട് ഞാൻ വീണ്ടും ഒരു 2 hours വീണ്ടും ലൈവിൽ വരാം. നിങ്ങൾ വരണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അതിനകത്ത് തോന്നുന്ന കാര്യം പറഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഐ വിൽ റീഡ് ഓൾ ദ കമൻറ്റ്സ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലൈവായിട്ട് ഇടുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്നല്ല, നിങ്ങൾ പറയുന്നതും കൂടെ ഞാൻ കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യണമേ. താങ്ക് യു സോ മച്ച്.